empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രശില്ല പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു തുടങ്ങിയത് പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന റൂത്തിനെ കുറിച്ചായിരുന്നു. നമുക്കറിയാം, പരിശുദ്ധ ബൈബിളിലെ 3 പുസ്തകങ്ങളാണ് സ്ത്രീകളുടെ പേരിൽ കർത്താവ് ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ എസ്തേർ, യൂദിത്ത്, പിന്നെ റൂത്തും. നമ്മൾ റൂത്തിനെ കുറിച്ചാണ് പഠിച്ചു വരുന്നത്. എസ്തേറിനെ കുറിച്ച് മുൻപ് നമ്മൾ ചിന്തിച്ചതാണ്. റൂത്തിലൂടെ കർത്താവ് കഴിഞ്ഞ ആഴ്ച നമ്മളോട് പറയുകയായിരുന്നു, പ്രതിസന്ധികളുടെ മുൻപിൽ പതറാതെ കർത്താവിനോട് ചേർന്ന് നിൽക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച്. ജീവിതത്തിൽ തീർച്ചയായും പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ നമുക്കുണ്ടാകും. എന്നാൽ റൂത്ത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമസന്ധിയിൽ കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവിനോട് ചേർന്നുള്ള ജീവിതം തെരഞ്ഞെടുത്ത് അവൾ മുന്നോട്ട് പോവുകയായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, സങ്കീർത്തകനായ ദാവീദ് 116 സങ്കീർത്തനം 9 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിന്റെ മുൻപിൽ വ്യാപരിക്കും. ദാവീദ് രാജാവ് ഉറപ്പോടെ പറയുകയാണ്, ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ജീവൻ ഉള്ളിടത്തോളം കാലം, ഈ ഭൂമിയിൽ ആയിരിക്കുന്ന കാലം മുഴുവൻ കർത്താവിന്റെ മുൻപിൽ വ്യാപരിക്കും. കർത്താവിന്റെ മുൻപിൽ വ്യാപരിക്കും എന്ന് പറയുമ്പോൾ അത്രമാത്രം തന്റെ ജീവിതത്തെ പരിശോധിച്ച് കർത്താവിനോട് ചേർന്നുള്ള ജീവിതത്തിൽ താൻ ഉറപ്പോടെ മുന്നോട്ട് പോകുമെന്ന ദാവീദ് രാജാവ് പറയുന്നേ. ഈ ഒരു ഉറപ്പോടെ നമുക്കിങ്ങനെ പറയുവാനായി സാധിക്കുമോ? ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം കർത്താവിനോട് ചേർന്ന് കർത്താവിന്റെ മുൻപിൽ ഞാൻ വ്യാപരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഈ ഒരു ക്ഷണം നമ്മൾ സ്വീകരിക്കണം പ്രിയമുള്ളവരെ. കർത്താവിനോടുള്ള ചേർന്ന് ജീവിക്കാനുള്ള ആ ഒരു അഭിഷേകം, ആ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഈ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിനോട് ചേർന്ന് കർത്താവിന്റെ മുൻപിൽ സത്യത്തോടെ, വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ മുന്നേറുവാനുള്ള ഒരു അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് ഐക്യത്തോടെ ഈ ഒരു അപേക്ഷയോടെ നമുക്ക് കർത്താവിന്റെ മുൻപിലായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പിതാവേ. ഹല്ലേലൂയ. അങ്ങയോട് ചേർന്ന് അങ്ങയുടെ മുൻപിൽ വ്യാപരിക്കുവാനുള്ള കൃപ കർത്താവേ, നന്ദി. കർത്താവേ, എൻ്റെ യഹോവേ, അങ്ങല്ലാതാരുമില്ലേ. ഞങ്ങൾ ഏറ്റു പറയുകയാണ്, പ്രാർത്ഥന കേൾക്കുവാൻ ഞങ്ങൾക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ കർത്താവേ. കൃപയും നിൻ വചനവും അല്ലാതെ ഒന്നുമില്ലേ. മറ്റൊന്നിലും ഞങ്ങൾ ആശ്രയം കണ്ടെത്തുന്നില്ല പിതാവേ. എന്നും നടത്തുവാൻ
അങ്ങയുടെ വചനമാണ് ഞങ്ങളെ വഴി നടത്തുന്നത്. കർത്താവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങാണ് ഞങ്ങളുടെ സർവസ്വം എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥത്തിന്റെ കരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നീട്ടിത്തരണമേ. ഞങ്ങൾ ജീവനുള്ളിടത്തോളം കാലം കർത്താവിന്റെ മുൻപിൽ വ്യാപരിക്കുന്നവരായി മാറുവാൻ, ആ ഒരു അഭിഷേകം ലഭിക്കുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങളിൽ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ആ ഒരു കൃപയുണ്ടാകുവാനായി യോസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ റൂത്തിനെ കുറിച്ച് പഠിച്ചു വരികയായിരുന്നു. നമ്മൾ കണ്ടു അവരുടെ കുടുംബം നേരിട്ട ആ ഒരു വലിയ പ്രതിസന്ധിയെ. റൂത്തിന്റെ അമ്മായപ്പനായ എലിമെലേക്ക്, ഭാര്യ നവോമി, മക്കളായ മെഹലോൻ, കിലിയോൻ, അതുപോലെ ഓർഫ, റൂത്ത്. ഈ കുടുംബം എപ്രകാരമാണ് ആ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു വന്നതെന്ന് നമ്മൾ കണ്ടു. ആ കുടുംബത്തിലെ പുരുഷന്മാരെല്ലാവരും പുറകെയായി മരിച്ചു പോവുകയാണ്. എലിമെലേക്ക് ആദ്യം മരിച്ചു പോകുന്നു, പിന്നെ മക്കളായ മെഹലോനും കിലിയോനും മരിച്ചു പോവുകയാണ്. ഈ ഒരു അവസ്ഥയിൽ വന്നു നിൽക്കുമ്പോൾ കർത്താവിനോട് ചേർന്ന് അവർ നിന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമുക്കിന്ന് കടന്നു പോകാം. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ, വിഷമകരമായ ആ ഒരു പ്രതിസന്ധിയിൽ അവർ എത്തി നിൽക്കുകയാണ്. റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം, അവിടെ 14-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഇവിടെ നവോമിയും മരുമക്കളായ ഓർഫായും റൂത്തും അവർ ഒരുമിച്ച് പൊട്ടിക്കരയുകയാണ്. തുടർന്ന് വചനം പറയുകയാണ്, ഓർഫ അമ്മായിയമ്മയെ ചുംബിച്ച്, അമ്മായിയമ്മയായ നവോമിയെ ചുംബിച്ച് വിടവാങ്ങി. റൂത്ത് അവളെ പിരിയാതെ നിന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഇവിടെ ചിന്തിക്കുവാനായി പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന തെരഞ്ഞെടുപ്പുകളെ, തീരുമാനങ്ങളെ കുറിച്ചാണ്. എത്രമാത്രം ശ്രദ്ധയോടെ ആയിരിക്കണം, കർത്താവിൽ നിന്നും ആലോചന സ്വീകരിച്ചിട്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ, ആ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ നടത്തേണ്ടതെന്നാണ് റൂത്തിന്റെ പുസ്തകത്തിലൂടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ റൂത്തിനെ കുറിച്ച് പരിശുദ്ധ വചനം പറയുകയാണ്, അവൾ തന്റെ ഭർത്താവിന്റെ അമ്മയായ നവോമിയെ പിരിയാതെ നിന്നു എന്ന്. അവളുടെ ഉത്തരവാദിത്വം, അവളുടെ മേലുള്ള ആ ഒരു ഡ്യൂട്ടി, അവളുടെ ആ ഒരു കടമ, ഉത്തരവാദിത്വം അവൾ അവിടെ പൂർത്തീകരിക്കുകയാണ്. അവൾ അവളുടെ അമ്മായിയമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ച് അവളോട് ചേർന്ന് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്, ഇവരിപ്പോൾ ആയിരിക്കുന്നത് മൊവാബ് ദേശത്താണ്. റൂത്തിന്റെയും ഓർഫായുടെയും ജന്മദേശമാണത്, അവരുടെ സ്വന്തം ദേശമാണ്. എന്നാൽ നവോമി ബെത്ലഹേംകാരിയാണ്. ബെത്ലഹേംകാരിയായ നവോമി തന്റെ ഭർത്താവിന്റെയും മക്കളുടെയും മരണശേഷം തിരിച്ച് അവളുടെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി വരുന്നത്. ഓർഫ സ്വന്തം ദേശമായ മൊവാബിൽ തന്നെ തുടരുകയാണ്. റൂത്ത് തന്റെ അമ്മായിയമ്മയെ പിരിയാതെ നിന്നു എന്ന് പറയുമ്പോൾ അവൾ അവിടെ എടുത്ത ഒരു തീരുമാനത്തിന്റെ പ്രാധാന്യത നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അവൾ സ്വന്തം ദേശത്തെ, സ്വന്തം സംസ്കാരത്തെ എല്ലാം വിട്ടെറിഞ്ഞ്, സ്വന്തം ജനത്തെ വരെ വിട്ടെറിഞ്ഞ് മറ്റൊരു ദേശത്തേക്ക് പോവുകയാണ്. തന്റെ ഭർത്താവിന്റെ അമ്മയോടൊപ്പം പോകാനായി തീരുമാനിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നവോമി തന്റെ 2 മരുമക്കൾക്കും, ഓർഫായ്ക്കും റൂത്തിനും, തിരിച്ചു പോകുവാനുള്ള പൂർണ്ണമായ സമ്മതം നൽകുന്നുണ്ട്. തങ്ങളുടെ ദേശത്തേക്ക് നിങ്ങൾ മടങ്ങി പോകാനായി നവോമി അവരെ നിർബന്ധിക്കുന്നുണ്ട്. എന്നിട്ടും റൂത്ത് അവളെ പിരിയാതെ നിൽക്കുകയാണ്. തുടർന്ന് റൂത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. 1-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
റൂത്ത് പറഞ്ഞു, റൂത്ത് പറഞ്ഞു, അമ്മയെ ഉപേക്ഷിക്കാനോ അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് ഞാനും വരും. വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എന്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എന്റെ ദൈവവുമായിരിക്കും. എന്റെ പ്രിയ സഹോദരങ്ങളെ, എത്ര വലിയൊരു പ്രസ്താവന റൂത്ത് ഇവിടെ നടത്തുന്നത്. അമ്മയുടെ ദൈവം എന്റെ ദൈവമായിരിക്കും. അമ്മയുമായി ബന്ധപ്പെട്ടതെല്ലാം ഇനി എന്റേതുമായിരിക്കും. ബന്ധുക്കളാകട്ടെ, ദേശമാകട്ടെ, എന്തുമാകട്ടെ, എല്ലാം അമ്മയുടേതെന്തോ അത് തന്നെയായിരിക്കും എന്റേതും. ഇവിടെ റൂത്ത് വലിയൊരു തെരഞ്ഞെടുപ്പ് നടത്തുകയാ ചെയ്യുന്നേ. അവളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള ഒരു തീരുമാനം എടുക്കുകയാ ചെയ്യുന്നേ. ഈ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും എടുക്കേണ്ടതായ കാര്യങ്ങളാണ്. പലപ്പോഴും പല അവസരങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടവരായി, തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടവരായി നമ്മൾ മാറാറുണ്ട്. അപ്പോഴെല്ലാം കർത്താവിന് ചേർന്ന വിധമാണോ നമ്മൾ അതെല്ലാം ചെയ്യുന്നത് എന്നതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ അത് കർത്താവിന് ചേർന്നതാണോ? കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെയാണോ എൻ്റെ ജീവിതത്തിലെ തെരഞ്ഞെടുപ്പുകൾ? ഇവിടെ റൂത്തിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ തെരഞ്ഞെടുപ്പ് വളരെ ശരിയായിരുന്നുവെന്ന് തുടർന്നുള്ള വചനഭാഗങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. തുടർന്ന് തീരുമാനം എടുക്കുക മാത്രമല്ല അവൾ ചെയ്തത്. വീണ്ടും വചനം പറയുകയാണ്, 18-ാമത്തെ വാക്യം. അവൾ തന്നോടുകൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ട് നവോമി അവളെ നിർബന്ധിച്ചില്ല. അവളുടെ തീരുമാനം ഉറച്ചതായിരുന്നു എന്ന് നവോമിക്ക് ബോധ്യമാവുകയാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും നവോമി പറയുന്നുണ്ട് അവളോട് മൊവാബ് ദേശത്ത് തന്നെ തുടർന്നു കൊള്ളാൻ. എന്നാൽ റൂത്ത് അവളുടെ തിരഞ്ഞെടുപ്പിൽ ഉറച്ചു നിന്നു. അവൾ വളരെ ഡിറ്റർമിൻഡ് ആയിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, നാമും പല തെരഞ്ഞെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവുമായി ബന്ധപ്പെട്ട് നാം എടുത്ത തെരഞ്ഞെടുപ്പുകളിൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ, കർത്താവിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കാൻ പലപ്പോഴും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ കർത്താവിനോട് ചേർന്നുള്ള വഴി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഇത്രമാത്രം ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? തീരുമാനങ്ങൾ എടുക്കുക മാത്രമല്ല, അതിൽ ഉറപ്പോടെ നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ ഒരു ചോദ്യമാണ് ഇന്ന് റൂത്തിലൂടെ കർത്താവ് നാം ഓരോരുത്തരോടും ചോദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ തെരഞ്ഞെടുപ്പുകൾ അത് കർത്താവിന് ചേർന്നതായിരുന്നോ? നമ്മൾ എടുത്ത തീരുമാനങ്ങൾ അതിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇപ്രകാരം ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് പഴയ നിയമ പുസ്തകത്തിലെ ജോഷുവയുടെ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം, അവിടെ 15-ാം വാക്യത്തിൽ ജോഷുവ ഇതുപോലൊരു ഉറച്ച തീരുമാനം എടുക്കുന്നതായി നമുക്ക് കാണാം. കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ ജോഷുവ ജനത്തോട് വിളിച്ചു പറയുകയാണ്, കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്നു തന്നെ തീരുമാനിക്കുവിൻ. ഇവിടെ ജോഷുവ ജനത്തിനു മുൻപിൽ ഒരു തെരഞ്ഞെടുപ്പ് വെച്ചു കൊടുക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾ പോന്ന ദേശം, ഈജിപ്ത് ദേശത്ത് നിങ്ങൾ ആരാധിച്ചിരുന്ന ദേവന്മാരെ, അല്ലെങ്കിൽ അമോര്യരുടെ ദേവന്മാരെ, അവരെ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. മറുവശത്ത് സർവശക്തനായ കർത്താവിനെയാണ് ജോഷുവ മറ്റൊരു വശത്ത് വെച്ചു കൊടുക്കുന്നത്. ജനത്തോട് പറയുകയാണ്, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. തുടർന്ന് ജോഷുവ പറയുകയാണ്, ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ജോഷുവ ചങ്കൂറ്റത്തോടെ ഉറപ്പോടെ പറയുകയാണ്, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കും. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ആ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. എന്നാൽ ഞാനും എന്റെ കുടുംബവും
ഞങ്ങൾ കർത്താവിനെ സേവിക്കും എന്ന തന്റെ തീരുമാനം ജോഷുവ അറിയിക്കുകയാണ്. ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ജീവിച്ചു കാണിച്ചൊരു വ്യക്തിയായിരുന്നു ജോഷുവ. ഇതേ ചോദ്യം തന്നെ നാം ഓരോരുത്തരോടും കർത്താവ് ഇന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് മുൻപിൽ പല തെരഞ്ഞെടുപ്പുകളും കർത്താവ് വെച്ച് തരുന്നുണ്ട്. അവരെക്കാൾ ഒക്കെ ഉപരിയായി നാം ഓരോരുത്തർക്കും കർത്താവിനെ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു ചോയ്സും കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. ആ ഒരു ചോയ്സ് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നുവോ ആ തെരഞ്ഞെടുപ്പ് വളരെ ശ്രദ്ധയോടെ കർത്താവിന്റെ ആലോചന സ്വീകരിച്ചു വേണമെന്ന് മാത്രം. നമ്മൾ എടുക്കുന്ന ആ ഒരു തെരഞ്ഞെടുപ്പ്, ആ ഒരു തീരുമാനമായിരിക്കും നമ്മുടെ തുടർന്നുള്ള ഈ ലോക ജീവിതവും അതുപോലെ നമ്മുടെ നിത്യജീവിതത്തെ കുറിച്ചും തീരുമാനിക്കുന്നത്. അത്രമാത്രം വലിയൊരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ ജോഷുവ കാണിച്ചു തരുന്നത് നമുക്കായിട്ട്. ജോഷുവയുടെ കുടുംബം മുഴുവനും കർത്താവിനെ സേവിക്കും. ആ ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുക മാത്രമല്ല, ആ ഒരു തീരുമാനം എടുക്കുക മാത്രമല്ല, അതിൽ ഉറച്ചു നിന്ന് ജോഷുവ ജീവിച്ചു കാണിച്ചു. ഇതുപോലെ തന്നെ ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒരു സാഹചര്യം കാണുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവാക്യത്തിൽ ദാനിയേൽ പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. എന്നാൽ രാജാവിന്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞു കൊണ്ടോ മലിനനാവുകയില്ലെന്ന് ദാനിയേൽ നിശ്ചയിച്ചു. എന്റെ പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തർക്കും വലിയൊരു വെല്ലുവിളിയാണ് കർത്താവ് ഇവിടെ വെച്ച് തരുന്നത്. ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം രാജകൊട്ടാരത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളിലും ജീവിക്കാൻ, ഈ വീഞ്ഞും എല്ലാ രീതിയിലുള്ള ഭക്ഷണങ്ങളും ഒക്കെ കഴിച്ച് ആ രീതിയിൽ നല്ല ഭംഗിയായി മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ ദാനിയേൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. ഈ വക കാര്യങ്ങൾ ഒന്നും കൊണ്ട് തന്റെ ജീവിതത്തെ മലിനപ്പെടുത്തുകയില്ല എന്ന് ദാനിയേൽ തീരുമാനിക്കുകയായിരുന്നു. കർത്താവിനോട് ചേർന്നുള്ള ജീവിതത്തെ ദാനിയേൽ തിരഞ്ഞെടുക്കുകയായിരുന്നു. അതിനായിട്ട് ഉറച്ച ബോധ്യത്തോടെ ദാനിയേൽ ഒരു നിശ്ചയം എടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. തുടർന്നുള്ള ദാനിയേലിന്റെ ജീവിതം പരിശോധിച്ചാൽ താൻ എടുത്ത തീരുമാനത്തിൽ, തന്റെ ആ ഒരു തിരഞ്ഞെടുപ്പിൽ ദാനിയേൽ ഉറച്ചു നിന്നു. അവസാനം വരെയും തന്റെ ജീവിതത്തെ കർത്താവിനായി ദാനിയേൽ മാറ്റി നിർത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്തിനാണ് ജോഷുവയും ദാനിയേലും ഒക്കെ പറഞ്ഞ ഈ വാക്യങ്ങൾ കർത്താവ് പരിശുദ്ധ വചനത്തിലൂടെ നമുക്ക് പകർന്നു നൽകുന്നത്? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയേറെ തെരഞ്ഞെടുപ്പുകൾ നടത്തുവാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. എന്നാൽ നാം എടുക്കുന്ന തെരഞ്ഞെടുപ്പുകൾ വളരെ ശ്രദ്ധയോടെ കർത്താവിനോട് ചേർന്ന് വേണം എന്നാണ് ഇവരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ തെരഞ്ഞെടുപ്പുകളെല്ലാം കർത്താവിന്റെ മുൻപിൽ വളരെ പ്രസക്തമാണ്. കർത്താവ് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾക്ക് വളരെ വില നൽകുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വലിയ വില നൽകുന്നുണ്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിനോട് ചേർന്ന് തീരുമാനങ്ങൾ എടുക്കാൻ, ആ തെരഞ്ഞെടുപ്പുകൾ എടുക്കാൻ, അതനുസരിച്ച് മുന്നോട്ടുള്ള ജീവിതത്തെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. തീരുമാനങ്ങൾ തെറ്റിപ്പോയാലുള്ള അപകടങ്ങൾ എന്തെന്നും പരിശുദ്ധ വചനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ അവിടെയും ഒരു തിരഞ്ഞെടുപ്പ് നമ്മൾ കാണുന്നുണ്ട്. അബ്രാഹവും തന്റെ സഹോദര പുത്രനായ ലോത്തും കൂടി അവിടെ ഒരു തീരുമാനങ്ങൾ എടുക്കുകയാണ്, തെരഞ്ഞെടുപ്പുകൾ നടത്തുകയാണ്. പക്ഷെ എന്താണ് അവിടുത്തെ പ്രത്യേകത? അബ്രാഹാം തെരഞ്ഞെടുക്കുവാനുള്ള ആ ഒരു ചോയ്സ് ലോത്തിന് വിട്ടുകൊടുക്കുകയാണ്. അവരുടെ ദേശം അവർ വിഭജിക്കുകയാണ്. അത് സെപ്പറേറ്റ് ചെയ്ത് അവരവർക്ക് വേണ്ട ഭാഗം അവർ തിരഞ്ഞെടുക്കുകയാണ്. തിരുവചനം പറയുകയാണ്, 13-ാം അധ്യായം 9-ാം വാക്യം. ഇതാ, അബ്രാഹാം പറയുകയാണ്, ഇതാ ദേശമെല്ലാം നിന്റെ കൺമുൻപിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പൊയ്ക്കൊള്ളാം. വലതുഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പൊയ്ക്കൊള്ളാം. ഇവിടെ അബ്രാഹാം ലോത്തിന് തിരഞ്ഞെടുക്കുവാനുള്ള ആ ഒരു ചോയ്സ് വിട്ടുകൊടുക്കുകയാണ്.
തുടർന്ന് എന്നാ സംഭവിച്ചതെന്ന് 10-ാം വാക്യം നമുക്ക് പറഞ്ഞു തരുന്നു. ജോർദാൻ സമതലം മുഴുവൻ ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിന്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണു പോലെയുമായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ലോത്ത് ആ ഭാഗം തിരഞ്ഞെടുക്കുകയാ ചെയ്തത്. പക്ഷേ അവന്റെ തിരഞ്ഞെടുപ്പ്, അവൻ വളരെ പ്രത്യാശയോടെ ഫലപുഷ്ടിയുള്ള ദേശം നോക്കിയുള്ള അവന്റെ ആ തെരഞ്ഞെടുപ്പ് അവന് വലിയ വിനയായി ഭവിക്കുകയായിരുന്നു. അവന്റെ കുടുംബത്തിന് തന്നെ വലിയൊരു നാശമായി അവന്റെ ആ തെരഞ്ഞെടുപ്പ് മാറുന്നതായിട്ടാ പരിശുദ്ധ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ റൂത്തിന്റെ തെരഞ്ഞെടുപ്പാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. റൂത്തിലൂടെ കർത്താവ് നാം ഓരോരുത്തരോടും ഇന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ട തെരഞ്ഞെടുപ്പുകളുടെ പ്രസക്തിയെ കുറിച്ചാണ്. ജോഷുവായുടെ ധീരതയോടെയുള്ള തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു. അതുപോലെ ലോത്തിന്റെ തെറ്റായ തെരഞ്ഞെടുപ്പ് അവന്റെ കുടുംബത്തിന്റെ നാശത്തിന് കാരണമായി തീരുന്നതായി നമ്മൾ കണ്ടു. എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ടതായി വരുന്ന തീരുമാനങ്ങളെ, തെരഞ്ഞെടുപ്പുകളെ വളരെ ജ്ഞാനത്തിൽ നിറഞ്ഞു മാത്രം കൈകാര്യം ചെയ്യുവാൻ ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എത്രമാത്രം നമ്മുടെ തെരഞ്ഞെടുപ്പുകൾക്ക് പ്രസക്തി ഉണ്ടെന്ന്, പ്രാധാന്യമുണ്ടെന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തന്നു. ഈ ഒരു ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കൃപ, കർത്താവിനോട് ചേർന്ന് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുവാൻ, ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപ, അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് നൽകിയ ഈ ഉപദേശങ്ങൾക്കായി, ആഹ്വാനങ്ങൾക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ ശ്രദ്ധയോടെ എടുക്കുവാനായി, നമ്മുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി പറയുകയാണ്. അങ്ങ് നൽകുന്ന വചനത്തിലൂടെ നൽകുന്ന ആഹ്വാനങ്ങൾക്കായി കർത്താവെ നന്ദി പറയുകയാണ്. ഞങ്ങളെ വഴി നടത്തണമേ എന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ. യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നു നിന്നിൽ വർദ്ധിച്ചിടും നീ, ആശ തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടും നീ. ആശ തന്നോടെന്നു നിന്നിൽ വർദ്ധിച്ചിടും നീ, ആശ തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടും നീ. യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. പറയുന്ന കർത്താവേ, അങ്ങയോട് ചേർന്നുള്ള ജീവിതം തിരഞ്ഞെടുക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനായി ജീവിക്കുവാനായി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയോട് ചേർന്ന് പാപമെല്ലാം തന്റെ യാഗത്താൽ നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ, പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ, ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടും നീ, പാർക്കും നീ തൻ കൂടെ വാഴാൻ ഇന്നു സാധ്യമോ. ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടും നീ, പാർക്കും നീ തൻ കൂടെ വാഴാൻ ഇന്നു സാധ്യമോ. യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്ന് ജീവിതങ്ങളിൽ തീരുമാനമെടുക്കുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്നപ്പാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചതുപോലെ
നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും കർത്താവിനോട് ചേർന്നെടുക്കുവാൻ, അങ്ങനെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരായി മാറുവാനായി നമുക്ക് ശ്രമിക്കാം. ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ അടുത്ത ആഴ്ച വീണ്ടും റൂത്തിന്റെ ജീവിതത്തിലൂടെ തന്നെ കർത്താവ് നൽകുന്ന മറ്റൊരു ആഹ്വാനവുമായി നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.